ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധം ആരംഭിക്കാൻ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ ആഹ്വാനം. കശ്മീർ സ്വാതന്ത്ര്യത്തിനായി പോരാടുമെന്നും സയ്യിദ് പാകിസ്ഥാനിൽ പറഞ്ഞു. അതേസമയം കശ്മീരിലെ ഷോപ്പിയാനിൽ സിആർപിഎഫിന് നേരെ തീവ്രവാദ ആക്രമണമുണ്ടായി. സിആർപിഎഫ് തിരിച്ചടിച്ചു. തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ്. അതിർത്തിയിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് പ്രകോപനപരമായ പ്രസ്താവനയുമായി ഹാഫിസ് സയ്യിദ് രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ കൈവശമുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ സിലാക്കോട്ടിൽ നടന്ന സമ്മേളനത്തിൽ ഹാഫിസ് സയ്യിദ് ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാൻ ഇന്ത്യക്ക് മറുപടി നൽകും, കാശ്മീർ സ്വതന്ത്രമാക്കാൻ പോരാട്ടം തുടരുമെന്നും സയ്യിദ് പ്രഖ്യാപിച്ചു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകനാണ് സയ്യിദ്. ഇയാളെ പിടികൂടി കൈമാറണമെന്ന് പലതവണ പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതേസമയം പാകിസ്ഥാനിലെ ഷോപ്പിയാനിൽ സിആർപിഎഫ് പരിശോധനാ സംഘത്തിന് നേരെ തീവ്രവാദികൾ നിറയൊഴിച്ചു. ഇവർക്കെതിരെ സിആർപിഎഫും തിരിച്ചടിച്ചു. ദേശീയ സുരക്ഷ വിലയിരുത്താൻ ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗം അതിർത്തി സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. രാജ്യത്തെ എല്ലാ മെട്രോ സർവീസുകളോടും സുരക്ഷ ശക്തമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെട്രോകൾ ആക്രമിക്കപ്പെടാമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.